നമസ്കാരം. അപ്പോൾ പറവൂർ ചന്തയ്ക്കടുത്തുള്ള പറവൂർ മാർക്കറ്റിനടുത്തുള്ള റെസ്റ്റോ കഫേയിൽ ഒന്ന് കയറി ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അവിടുത്തെ രാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പാചകം അത് കണ്ടു നമ്മൾ നോക്കി നിന്നുപോയി. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഷാർജ ഷേക്ക് മുതൽ പല ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഷേക്കുകൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ചിക്കൻ സംബന്ധമായ എല്ലാ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ വെജിറ്റേറിയൻ ഫുഡും ഇവിടെ ലഭ്യമാണ്. ഏത് തരത്തിലുള്ള വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കമൻ്റ് ഇടുക. അപ്പോൾ നമ്മുടെ ബായുടെ പാചകം ഒന്ന് കണ്ടു നോക്കാൻ മതി. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ആയിട്ടോട്ടെ. അപ്പോൾ എന്തായാലും ബായ് തകർപ്പൻ പാചകത്തിലാണ്. ബായുടെ ഈ ഒരു പാചകം കണ്ടപ്പോഴാണ് നമ്മുടെ ക്യാമറ അതിന് നേരെ പോയത്. സദാബായിമാർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു കറക്കലും തിരിക്കലും പൊക്കടിയൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ എപ്പോൾ ഇരുന്ന് കാത്തിരുന്നപ്പോൾ പിന്നീടാണ് വന്നത് മോനെ കറക്കി അടി. ശരിക്കും പാർദീസ റെസ്റ്റോ കഫേ തന്നെ. ഇടുക്കാച്ചി ഫുഡ് കഴിക്കുന്നതിനായിട്ട് റെസ്റ്റോ കഫേയിലെത്തുക. ആ സ്ഥലം പറവൂർ മാർക്കറ്റിന് തൊട്ടരികിലായി. അപ്പോൾ ഈറ്റ് ആൻഡ് എൻജോയ്. ചേട്ടാ ഇവിടുത്തെ മെനൂസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഇവിടെ മെയിനായിട്ട് നമുക്ക് കൊത്തു പൊറോട്ട റോള്, പിന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, നൂഡിൽസിൻ്റെ വെജ് ഉണ്ട്, നോണുണ്ട്. വെജിറ്റേറിയൻ നമുക്ക് ഇപ്പോൾ കപ്പയുണ്ട്, പിന്നെ ദോശയുണ്ട്, പുട്ടുണ്ട്, ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഒരുവിധം എല്ലാം ഉണ്ട്. പിന്നെ ഷേക്ക് ഐറ്റംസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഷേക്ക് നമുക്ക് ഷാർജ ഉണ്ട്, പിസ്ത ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, ഓറിയോ ഉണ്ട്, മാംഗോ ഉണ്ട്, ബ്ലാക്ക് കറന്റ് ഉണ്ട്, പിന്നെ ബോർബോൺ ഷേക്ക് ഉണ്ട്. ഒരുപാടുണ്ട്. ഒരുവിധമുള്ള എല്ലാ ഉണ്ട് തീർച്ചയായും. പിന്നെ അല്ലാതെ ഐറ്റംസും പിന്നെ നമുക്ക് ജ്യൂസസ് ഉണ്ട്. അത്യാവശ്യം കലാകാരന്മാരൊക്കെ ഒത്തിരി വരാറുണ്ട്. സിനിമ സംബന്ധമായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഡിസ്കഷനൊക്കെ ചെയ്യാറുണ്ട്, ഇരിക്കാറുണ്ട്. ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ്. അതെ ഇരിക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു നല്ല സ്ഥലമാണ്. അത്യാവശ്യം സിനിമക്കാർ വന്നു പോകുന്നൊരു കട കൂടിയാണ്. അതെ കടയുടെ കൃത്യമായിട്ടുള്ള പേര് കടയുടെ പേര് പർദീസ റെസ്റ്റോ കഫേ എന്നാണ്. ഇത് തട്ടടവിലായിട്ടാണ്, തട്ടടവിന്റെ മധ്യത്തിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ ഒരു 3 മാസം കഴിഞ്ഞു തുടങ്ങിയിട്ട്, സ്റ്റാർട്ട് ചെയ്തിട്ട്. അത്യാവശ്യം കച്ചവടം ഏത് ലെവലിൽ പോകുന്നുണ്ട്?
കൂടുതലും ന്യൂജൻ പിള്ളേരാണ് കൂടുതൽ വന്നത്. അതോടൊപ്പം തന്നെ പഴയ തലമുറയും പിന്നെ തീർച്ചയായും ഫാമിലീസ് തന്നെ ഉണ്ട്. ഫാമിലീസ് നമുക്കൊരു വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം അവർ ഫാമിലീസും വന്ന് കയറി പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത്യാവശ്യം തീർച്ചയായിട്ടും അത്യാവശ്യം കച്ചവടം ഉണ്ടെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ ഇതിലിപ്പോൾ ലേറ്റസ്റ്റ് കൊത്തു പൊറോട്ട ഇതൊക്കെയാണ് കൂടുതൽ വേണം. പൊറോട്ട റോള്. ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഫുഡ് പ്രോഡക്റ്റ് ഏതാണ് ഇവിടെ? നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരുവിധം കൂടുതൽ പേരും ഇൻട്രസ്റ്റ് ആയിട്ട് പിള്ളേരുടെ നിലയിൽ വരുന്നത് പൊറോട്ട റോളാണ് വരുന്നത്. റോള് നമുക്ക് ബീഫിലും ചിക്കനിലും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കൊത്തു പൊറോട്ടയും അത്യാവശ്യം മൂവിങ് ഉള്ള സാധനമാണ്. പിന്നെ ചൈനീസ് ഐറ്റമായ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ സാധാരണ നോർമൽ എല്ലാ രീതിയിലും പോലെ തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം കഴിച്ചവരെല്ലാവരും നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. വീണ്ടും വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട് തീർച്ചയായും.